ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തടിയൊക്കെ കുറക്കുന്ന ആളുകൾക്കും ഇടയ്ക്ക് പൊക്കവടക്കൊന്ന് കഴിക്കാൻ ആഗ്രഹം തോന്നാറില്ലേ? അപ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് തന്നെ ഒരു പൊക്കവട ഉണ്ടാക്കിയെടുത്താലോ? അതും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിവിടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ മില്ലറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൊക്കവട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കോഡോ മില്ലറ്റ്സ് അഥവാ കുവരുകാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ഇത് അരച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉഴുന്ന് പരിപ്പില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 6 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് എടുക്കണം കേട്ടോ. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഇതുപോലെ വെള്ളം നിറച്ചിട്ട് നമുക്കിതും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മില്ലറ്റ്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറഞ്ഞ അളവിൽ അതിൽ വെള്ളം ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ അരിപ്പയിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഫുൾ വെള്ളം കളഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സ്ട്രാ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അരച്ചെടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് പരിപ്പ് അതുപോലെ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ രണ്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ചൊന്ന് ടൈറ്റായി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒരു സ്പാച്ചില എന്തേ യൂസ് ചെയ്തിട്ട് അങ്ങ് അടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സാണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഈ ഒരു പൊക്കവടയുടെ മാവിന് വല്ലാണ്ട് അങ്ങ് ലൂസാക്കി എടുക്കാൻ പാടില്ല. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതൊന്ന് ആക്കിയെടുക്കാൻ. വല്ലാണ്ട് വെള്ളം യൂസ് ചെയ്താൽ അങ്ങ് ഓവറായിട്ട് ലൂസായിട്ട് പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു വലിയ ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അത് ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 അല്ലെങ്കിൽ 3 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 3 പച്ചമുളകാണ്, അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ട് ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഉപ്പോ അതുപോലെ തന്നെ എരിവോ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് തന്നെ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അധികം ലൂസാക്കാൻ പാടില്ല. നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് കോരി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണം കേട്ടോ മാവ് ആക്കിയെടുക്കാൻ. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ അതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മാവൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ വേണം നമ്മളൊന്ന് ആക്കിയെടുക്കാൻ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് വേണം ഇതിലേക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് കോരിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്പൂണിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഓയിലൊന്ന് ഒന്ന് മുക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ അങ്ങനെ ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പരസ്പരം അങ്ങനെ ഒട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗം ഇതുപോലെ ഒന്നങ്ങ് സെറ്റായിട്ട് വന്നാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. അപ്പോൾ അത് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കിച്ചൺ ടവൽ എന്തെങ്കിലും വെച്ചൊരു പാത്രത്തിലോട്ട് ഇതുപോലെ അങ്ങ് കോരിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കി വരുന്നതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റൊക്കെ കുറക്കുന്ന ആളുകൾക്കൊക്കെ പക്കവടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കവടയാണ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ചട്നിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. Thank you. Assalamu alaikum.